മമതാ ബാനർജി കുടുംബപരമായി ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയാണെങ്കിൽ എങ്ങനെയും ഭീഷണിപ്പെടുത്തി അയാളെ ഉപദ്രവിക്കാൻ ഏതെല്ലാം രീതിയിൽ ശ്രമിക്കുമോ തൃണമൂൽ ഗുണ്ടകളെ അയച്ച് വലിയ തോതിലുള്ള ഭീഷണി അഴിച്ചുവിടും. സുവേദു ഒറ്റത്തടിയാണ്, അതുകൊണ്ട് തന്നെ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. കുടുംബം അല്ലാതെ ഒറ്റത്തടിയായി ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും ആവേശം മൂത്ത് ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിയാൽ മുന്നും പിന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് മമതയുടെയും അഭിഷേക് ബാനർജിയുടെ ഈ പ്രസ്ഥാനത്തെ, കമ്മ്യൂണിസത്തെ എങ്ങനെ അവർ പപ്പടമാക്കി അതിനേക്കാൾ വേഗത്തിൽ, ശരവേഗത്തിൽ തരിപ്പണമാക്കിയിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഇന്ന് ആരെങ്കിലും ബംഗാൾ രാഷ്ട്രീയത്തിൽ പുല്ലും പൂവിന്റെയും കൊടിയുമായി ഇറങ്ങിയാൽ അവൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുമോ എന്ന കാര്യം സംശയമായിരിക്കുകയാണ്. അത്രയ്ക്ക് കരിപൂണ്ട് നിൽക്കുന്ന BJP-യുടെ പ്രവർത്തകരുണ്ട്. കാരണം കഴിഞ്ഞ 5 കൊല്ലം അവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അത്രയേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് തിരിച്ചു വരുന്ന സാഹചര്യമാണ്. ജാർഖണ്ഡിലുള്ള യുവ നേതാവായ അംബാ പ്രസാദിനെ കോൺഗ്രസിന്റെ മോണിറ്ററിങ്ങിന് വേണ്ടി ബംഗാളിലേക്ക് അയക്കുന്നു. ബംഗാളിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ പോലും വിറപ്പിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചത്. ഒരേ മുന്നണിയെന്നും ഒരേ സഖ്യകക്ഷിയെന്നും ഒക്കെ പറയുന്നെങ്കിലും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വീരി വിടർത്തിയുള്ള അടറാട്ടമായിരുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇതാ ഒന്നുമല്ലാതായിരിക്കും. മമത കോൺഗ്രസിന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലാണ് ചെന്ന് അഭയം പ്രാപിച്ചിരിക്കുന്നത്. അഭിഷേക് ബാനർജിയെയും മമതാ ബാനർജിയെയും ഇനി അവരെ സംരക്ഷിച്ചു പിടിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് നേതൃത്വത്തിന്റെ തലയിലായിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇനി കോൺഗ്രസിന് വേണ്ടി പോരാട്ടം നടത്തുന്ന, നിയമയുദ്ധം നടത്തുന്ന കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും ഒക്കെ ഇവരുടെ ശാരദാ കുംഭകോണവും അഴിമതി കേസുകളും ഒക്കെ സുവേദു അധികാരി അന്വേഷണത്തിന് ഉത്തരവിട്ട് നിയമ നടപടികൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള അപ്പീലും ഹർജികളും ഒക്കെ ആയിട്ട് ഇനി പോകേണ്ടിയിരിക്കുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. പക്ഷെ അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. മമതയെ രാഷ്ട്രീയപരമായി ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള നീക്കം തന്നെയാണ് സുവേദുവിന്റെ ലക്ഷ്യം. സുവേദിന് അത്രയധികം വാശിയും പകയും ഇവരോടുണ്ട്. ഒരു കാലത്ത് തന്നെ ചട്ടുകമാക്കി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ച മമതയോടും അഭിഷേക് ബാനർജിയോടും ഒട്ടുങ്ങാത്ത പക മനുഷ്യരുണ്ട്. അഭിഷേക് ബാനർജിയെ മിക്കവാറും രാഷ്ട്രീയപരമായി തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ വരെ അണിയറയിൽ സംസാര വിഷയമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അഭിഷേക് ബാനർജിയെ ജയിലിലേക്ക് അയക്കാൻ സുവേദു കച്ചകെട്ടി തന്നെ ഇറങ്ങുകയാണ്. മഹുവ മൊയ്ത്ര അടക്കമുള്ളവർ പറഞ്ഞത് ശരിയാണ്. സുവേദു അധികാരി വാസ്തവത്തിൽ വ്യക്തി കേന്ദ്രീകൃതമായി പകപോക്കുകയാണെങ്കിൽ അതെന്ത് തെറ്റാണുള്ളത് എന്നുള്ളത്. മമത എങ്ങനെയല്ലേ ചെയ്തതെന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് നേതൃത്വത്തിനും മമതയുടെ കിരാത നീക്കങ്ങളെയും ഭരണത്തെയും ഒന്നും മറക്കാൻ കഴിയില്ല. അത്രയേറെ യാതന അവരും ഒരേ സമയം അനുഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതാവായ അധീർ രഞ്ജൻ ചൗധരി വളരെ വ്യക്തമായി പറയുന്നു, സുവേദു ആദ്യം ഭരിക്കട്ടെ, നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് പിന്നെ വിലയിരുത്താം. വർഗീയ പാർട്ടിക്ക് കോമൺ ആയുള്ള മിസ്റ്റേക്കുകളുണ്ട്, അത് ബംഗാളിലും അവർ നടത്തുന്നു. എന്നാൽ സുവേദു മറ്റുള്ള BJP നേതാക്കളിൽ നിന്നും അല്പം വ്യത്യസ്തനാണ് എന്ന് അധീർ രഞ്ജനും തുറന്നു പറയുന്നു.